C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ ആശാന് ഹൃദയത്തെ തൊട്ട് ഈ കൺമണിയുടെ വക ഒരു സ്ഥലം. ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലെല്ലാം ശ്രീലക്ഷ്മി ആശാൻ ചേർത്ത് നിർത്തിയില്ലേ. പല പ്രേമകഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതില് പലതും ഒരു താലി കഴുത്തി കേറുന്നതോടെ തീരും. പിന്നെ പ്രേമവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. പക്ഷെ പ്രായത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ രണ്ടുപേരെയും പ്രണയത്തെ നമ്മൾ സമ്മതിച്ചു വന്നിരിക്കുന്നു. സത്യം പറയാല ആശാനെ, ആശാന്റെ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ നമുക്കൊന്ന് പ്രേമിച്ചാ കൊള്ളാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് മാത്രം അങ്ങനെ തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ ആര് പ്രേമിക്കാന്? വെട്ടുകത്തിയായിട്ട് നടക്കുന്ന ഒരു പെണ്ണിനോട് ആർക്ക് പ്രേമം തോന്നാൻ? ആശാനെ പോലെ കണ്ണടച്ച് തിരിച്ച് സ്നേഹിക്കുന്ന ഒരാളെ കിട്ടണ്ടേ? നമുക്കിപ്പോ നമ്മളെ സ്നേഹിക്കുന്ന ആള് തന്നെ മതി. ദേവേച്ചിയും കണ്ണനും. അതാവുമ്പോ നമ്മളെ വിട്ട് ഒരിക്കലും പോവില്ലെന്ന് ഒരു വിശ്വാസം നമുക്കുണ്ട്. ആ, നമുക്കും വരും ഒരു രവിചന്ദ്രവർമ്മൻ. അവൻ ഇനി ഏത് കാട്ടില് വിറ പിടിച്ച് നിൽക്കുന്നോ എന്തോ. എങ്കിലും നിങ്ങളെ ശ്രീലക്ഷ്മിയും പോലെ പറ്റുന്നു തോന്നുന്നില്ല ആശാനെ. അവളെ പോലൊരു പെണ്ണിനെ കിട്ടിയ ആശാനും ആശാനെ പോലൊരു ആണിനെ കിട്ടിയ അവളും ഭാഗ്യം ചെയ്തവര് തന്നെയാ. ആ കാര്യത്തില് യാതൊരു സംശയമില്ല ഈ കൺമണിക്ക്. മരിച്ചുപോയെങ്കിലും ഈ ജന്മം മുഴുവൻ ഓർക്കാനുള്ള നല്ല കുറെ ഓർമ്മകൾ തന്നിട്ടല്ലേ ശ്രീലക്ഷ്മി പോയത്. അടുത്ത ജന്മത്തിലും ആശാന് ശ്രീലക്ഷ്മിയെ തന്നെ കിട്ടും. അത് ഈ കൺമണി തോർത്തുമുണ്ട് മുറുക്കി വെച്ച് ഉറപ്പിച്ചു പറയുന്നു. വരും ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ തന്നെ ഞങ്ങൾ വീണ്ടും ഒന്നാവും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇനിയും സ്നേഹിച്ചു മതിയാകാത്ത എൻ്റെ ശ്രീലക്ഷ്മി എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. എൻ്റെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും മങ്ങലേൽക്കാത്ത കാലത്തോളം ശ്രീലക്ഷ്മിയെ രവി സ്നേഹിക്കും. ഇങ്ങനെ എൻ്റെ കൺമുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ. ആശാനെ, നമ്മളെ ശ്രീലക്ഷ്മി മരിച്ചുപോയി എന്ന് പറയുമ്പോഴൊക്കെ ആശാൻ എന്തോ ആലോചിച്ച് നിൽക്കുമല്ലോ. സങ്കടം കൊണ്ടാണോ? അല്ല, സങ്കടപ്പെടാൻ എന്റെ ശ്രീലക്ഷ്മിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആശാൻ ഇപ്പോഴും വിശ്വസിക്കണുണ്ടോ ശ്രീലക്ഷ്മി തിരികെ വരുമെന്ന്? ആട്ടെ, എന്ത് വിശ്വാസത്തിന്റെ പുറത്താ ആശാൻ ഇങ്ങനെ കാത്തിരിക്കണത്? പരസ്പരം സ്നേഹിച്ച രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ അകറ്റിയതാണ് വിധി. രണ്ട് ഹൃദയമിടിപ്പുകളിൽ ഒന്ന് നിശ്ചലമായെന്ന് എല്ലാവരെയും പോലെ ഞാൻ വിശ്വസിക്കുന്നില്ല. രാജാറാമൊക്കെ അങ്ങനെ പറയുമ്പോ ഞാൻ മൗന സമ്മതത്തോടെ നിൽക്കുന്നത് നിശ്ചലമായ ആ ഹൃദയമിടിപ്പ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ വിശ്വാസത്തിനും അതിനുമപ്പുറമുള്ള ആ സത്യത്തിനും ഞാൻ ഇനിയും എത്ര നാൾ കൂടി കാത്തിരിക്കണം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ശ്രീനിയാ. ആ, ശ്രീനി, ഇതെവിടുന്ന വിളിക്കുന്നത്? ദേവി ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. പേടിക്കണ്ട സാർ, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ണമ്മയില്ലേ എവിടെ? ഓ, ഉണ്ട്, കൊടുക്കാം. തന്റെ ഫ്രണ്ട് ശ്രീനി. നീ എന്തിനാ ചോദിക്കാതെയും പറയാതെയും ആ വീട്ടിലേക്ക് കയറി ചെന്നത്? അത് ഒരബദ്ധം പറ്റിയതാടി. പിന്നെ നിന്റെ ആദ്യത്തെ ഹലോയിൽ തന്നെ എനിക്ക് മനസ്സിലായി നീയാണെന്ന്. പക്ഷേ അതിനുമുമ്പ് ദേവി ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ, അതുകൊണ്ട് നിന്നെ നമ്മൾ കൊല്ലണില്ല. അല്ല,
നിന്നെ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുന്നത്? നിനക്ക് വേണ്ടി ഉണക്കമീനൊക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതെല്ലാം ദേവി ചേച്ചി ഏൽപ്പിച്ചേക്ക്. പിന്നെ ശ്രീനി, നമ്മൾ നേരത്തെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതുകൊണ്ട് മനപ്രയാസമൊന്നും തോന്നില്ലേടാ. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അതൊന്നും സാരമില്ലടി, നീ വിളിച്ചാ മതി, ഞാൻ വന്ന് കണ്ടോളാം. ശരിയടാ, എന്നാ നമ്മൾ വെക്കട്ടാ. ആ ശരി. ഇപ്പഴാ വെപ്രാളം മുഴുവൻ ഒന്ന് മാറിയത്. ഇതാ ചേച്ചി, ഇത് വെച്ചോ. ഞാനേ ഇറങ്ങട്ടെ, ഇനി നിന്ന ആ ബസ് പിടിക്കാൻ പറ്റില്ല. ശരി. ശരി അപ്പോ. ശരി മോനെ, ഇത് നീ അടുക്കളയിൽ കൊണ്ട് വെക്ക്. ചെറുതാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. സർ. 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 അയ്യോ രഘു സാറേ. സർ. സർ. സർ എണീക്ക് സർ. 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 രഘു സാറേ, വെള്ളം എടുക്ക്. രഘു സർ എണീക്ക് സർ. 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 രഘു സാറിനെ വിളിക്ക്. ആ സർ. സർ. ഓക്കെ. സർ എഴുന്നേക്കോ. രഘു സാറേ. രഘു സാറേ. സർ. സാറേ. സർ എഴുന്നേക്കോ. സർ. 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 രഘു, സർ. 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 രഘു, അയ്യോ, രഘു, മോനെ രഘു, 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 മോനെ രഘു. രഘുമോനെ, മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.